ഹായ്, ഞാൻ ദൃശ്യം 3 കണ്ടു. ദൃശ്യം 3 കണ്ടപ്പോൾ എന്നെ മോസ്റ്റ്ലി ഡിസ്റ്റർബ് ചെയ്തത് ആ ഒരു കൊലപാതകമോ അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന ദൃശ്യം 1 കൊലപാതകമല്ല. മോർ ദാൻ ദാറ്റ് ആ ഫിയർ ഇൻ ഫാമിലി, അല്ലെങ്കിൽ പീസ് ഇല്ലാതെ ഒരുപാട് കാലം എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ്. സോ ഒരു തോട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൃശ്യം 1 എന്നെ അഞ്ജു പോലീസിൻ്റെ അടുത്ത് സറണ്ടർ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ലായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് പാർട്ട് ഓഫ് സെൽഫ് ഡിഫെൻസ്. ഒരു സെൽഫ് ഡിഫെൻസിൻ്റെ ഭാഗമായിട്ടാണ് വരുണിനെ അടിക്കേണ്ടി വന്നത്. സോ ഇന്ത്യൻ ലോ അനുസരിച്ച് ഒരു സെൽഫ് ഡിഫെൻസിൻ്റെ ഭാഗമായിട്ട് ഒരു പെൺകുട്ടി ഒരു ആളെ ആക്രമിക്കുമ്പോൾ ദാറ്റ്സ് നോട്ട് എ ബിഗ് ഇഷ്യൂ. അതൊരു ഇഷ്യൂ അല്ല. കാരണം എന്ന് വെച്ചാൽ അവൾക്ക് വേറെ വഴിയില്ല, ചോയ്സ് ഇല്ല. സോ അഞ്ജുവിനെ കോടതി വെറുതെ വിട്ടേനെ. സോ ഇങ്ങനെ ഒരു ദൃശ്യം 2 ദൃശ്യം 3 വരില്ലെന്നും. മോറോവർ ദിസ് ഇസ് എ പാർട്ട് ഓഫ് എ മൂവി, ഐ നോ. ബട്ട് ദെൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ റിയൽ ലൈഫിൽ ഉണ്ടാകുന്ന സമയത്ത് എവ്രി വൺ ഹാസ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. മോറോവർ ഈ എന്താ പറയുക, ലൈസ് പറയുക അല്ലെങ്കിൽ കള്ളം പറയാനായിട്ട്, അല്ലെങ്കിൽ കൂടുതൽ പേടിച്ച് ബാക്കിയുള്ള കള്ളങ്ങളിലേക്ക് കൂടുതൽ നമ്മുടെ ലൈഫിനെ ബുദ്ധിമുട്ടിലേക്ക് ആക്കാതെ സത്യം പറയുക, അല്ലേ? എനിക്കങ്ങനെ തോന്നിയത്. വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്?